कूजन्तं राम रामेति मधुरं मधुराक्षरम्। നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിപ്ലവ സൂര്യൻ VSന് വിട. ചെമാപ്പള്ളി കടവിന് സമീപം കനോലി കനാലിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ദേശീയപാതയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ നടത്തിവന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:20 മരണം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ആണ് മരണം. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്നു. VSനെ ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. CPM സ്ഥാപിച്ച നേതാക്കളിൽ ഒരാളായിരുന്ന VS 2006-2011 കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു. ആലപ്പുഴ അറവുകാട് ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റായിരുന്ന അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്ര വെന്തലത്തറ അയ്യൻ ശങ്കരന്റെയും അക്കമ്മയുടെയും 4 മക്കളിൽ മൂന്നാമൻ. 1923 ഒക്ടോബർ 20 ജനിച്ചു. ഗംഗാധരൻ, പുരുഷോത്തമൻ എന്നിവർ അച്യുതാനന്ദന്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ആഴിക്കുട്ടി ഇളയ സഹോദരിയും. 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11ാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത്. അച്ഛൻ മരിച്ചതോടെ 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ഇദ്ദേഹം ജ്യേഷ്ഠന്റെ സഹായിയായി കുറെ കാലം ജൗളിക്കടയിൽ ജോലി നോക്കി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ചൂടും ചൂരുമേറ്റ് 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. MLA-മാരായ മുരളി പെരുന്നെല്ലി, ET ടൈസൺ മാസ്റ്റർ, CC മുകുന്ദൻ, നാട്ടിക മുൻ MLA ഗീതാ ഗോപി, CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു എന്നിവർ VSനെ അനുസ്മരിച്ചു. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ സഖാവ് VS അച്യുതാനന്ദൻ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ച പുന്നപ്ര വയലാർ സമര നായകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ആ പോരാട്ടങ്ങൾ കേരളത്തിന് എന്നും മാതൃകയാണ്. കേരളത്തിൻ്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ PAB മെമ്പർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്നും മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രവർത്തനങ്ങളാണ്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം എന്ന നിലയിൽ അവസാന നാൾ വരെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയ വ്യക്തിത്വമാണ് സഖാവ് VSൻ്റേത്. കർഷകരുടെ, തൊഴിലാളികളുടെ, അതുപോലെ സ്ത്രീകളുടെ, യുവാക്കളുടെ, മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി താൻ വഹിക്കുന്ന സ്ഥാനമാനങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. സഖാവിൻ്റെ വിയോഗം വളരെയേറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. VS എന്ന രണ്ടക്ഷരത്തിൽ രാജ്യമെന്നും അറിയപ്പെട്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ നിര്യാതനായിരിക്കുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ അടയാളപ്പെടുത്തൽ നടത്തിയ നേതാവാണ് സഖാവ് VS. ഏറ്റവും താഴ്ന്ന നിലയിൽ ഏറ്റവും ഗൗരവപ്പെട്ട സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തെ നയിച്ച നേതാവാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നന്നായി അതിന് പരിഹാരം കാണുന്നതിൽ ശ്രദ്ധിച്ചിരുന്ന, അതിന് വലിയ ആർജവം കാണിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ സഖാവ് VS എന്നും നമുക്കിടയിൽ അറിയപ്പെടുക തന്നെ ചെയ്യും. സഖാവിനും ആദരാഞ്ജലി അർപ്പിക്കാൻ, റെഡ് സല്യൂട്ട് നൽകാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുന്നു.
പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ മനസ്സിനേക ദുഃഖത്തിൻ്റെ നിഴലാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലെയും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തൊഴിലാളി വർഗ പോരാട്ടങ്ങളിൽ ദീർഘമായ സമരം നടത്തി തൊഴിലാളി വകുപ്പിൽ നിന്നുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സഖാവായിരുന്നു VS അച്യുതാനന്ദൻ. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എൻ്റെ മനസ്സ് ദുഃഖവും അതുപോലെ തന്നെ നാട്ടിക MLA എന്ന നിലയിലും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തിനും എൻ്റെ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ നായകൻ ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും കരുത്തനായ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ കൂടിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നിയമസഭയ്ക്കകത്ത് ഒരു വിഷയത്തെയും അതിനാസ്പദമാക്കിയിട്ടുള്ള തൻ്റെ പ്രസംഗങ്ങളെയും നിയമസഭാംഗങ്ങളെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തുന്ന പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. കേരളത്തിൻ്റെ നീതിപരമായിട്ടുള്ള എല്ലാ സമരങ്ങളെയും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതു നിലയിലും ഏത് പ്രശ്നത്തെയും ഏത് സാമൂഹ്യ വിഷയത്തെയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത് അവതരിപ്പിക്കാൻ നിയമസഭയ്ക്ക് അകത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു വാചാലത ഇന്നും ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയാണ്. സഖാവ് VSനെ 1000 ഓർമ്മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ വളരെ ഹൃദയതുല്യം ബഹുമാനിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. സഖാവ് VS മനുഷ്യ സമൂഹത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച സഖാവാണ്. എണ്ണമറ്റ പോരാട്ടങ്ങളാണ് കേരള സമൂഹത്തിന് വേണ്ടി ഈ സഖാവ് നടത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത് നിർണായകമായ പങ്കുവഹിക്കുകയും CPM പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവും കൂടിയാണ് സഖാവ് ഇന്ന് നമ്മെ വിട പറഞ്ഞിരിക്കുകയാണ്. സഖാവിൻ്റെ വേർപാടിൽ CPM നാട്ടിക ഏരിയ കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിക്കുക. നാട്ടിക ചെമ്മാപ്പള്ളി കടവിന് സമീപം കനോലി കനാലിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് സമീപത്തെ മരത്തിന്റെ ചിലയിൽ തടഞ്ഞ നിലയിൽ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവം അറിഞ്ഞ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വലപ്പാട് പോലീസും നാട്ടിക ഫയർഫോഴ്സും എത്തി ഉച്ചയോടെ മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ദേശീയപാതയിലെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് നടത്തിവന്ന കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. തൃശൂർ ADMന്റെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. മഴയായതിനാൽ റോഡ് ടാറിടൽ പെട്ടെന്ന് ചെയ്യാനാകില്ലെന്നും മഴ മാറിയ ശേഷം 3 മാസത്തിനുള്ളിൽ ടാറിടൽ നടത്തും. അതുവരെ താൽക്കാലികമായി കുഴിയടയ്ക്കുന്ന ജോലികൾ നടത്തുമെന്നും ADM ഉറപ്പ് നൽകിയതായും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ ഉറപ്പ് കണക്കിലെടുത്ത് സമരം പിൻവലിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി നാളെ നടത്തുന്ന ബസ് സമരത്തിൽ പങ്കെടുക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാന്നിധ്യത്തിലുള്ള ചർച്ചയിൽ റോഡിൻ്റെ മഴയുടെ അവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് കുഴികൾ അടച്ച് 3 മാസത്തിനുള്ളിൽ പെർമനൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തതിന് അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാനുള്ള റിക്വസ്റ്റ് തന്നുകൊണ്ട് നമ്മൾ സമരം പിൻവലിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരത്തിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല. നമ്മൾ എല്ലാവരും ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ്. നമ്മൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലും കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിലും, കൊടുങ്ങല്ലൂർ തൃശ്ശൂരല്ല വാടാനപ്പള്ളി തൃശ്ശൂർ റൂട്ടിലും എല്ലാ വണ്ടികളും ഓടും നാളെ. ചെമ്മാപ്പള്ളി വടക്കുമുറി കുട്ടംകുളം ക്ഷേത്രകുളത്തിന്റെ റോഡിനോട് ചേർന്നുള്ള ഭാഗം സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിച്ച് നാട്ടുകാരുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും പ്രദേശത്തെ വാർഡ് കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരം ജില്ലാ സമിതി അംഗം NS സുഗതൻ ഉദ്ഘാടനം ചെയ്തു.
ഒരേക്കർ വിസ്തീർണമുള്ള കുളത്തിന് സമീപം പ്രദേശത്തുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡായിരുന്നിട്ടും റോഡിന് സമീപം കുളത്തിന്റെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണ് റോഡിലേക്ക് അപകടാവസ്ഥയിലായിട്ടും യാതൊരു പരിഹാര നടപടികളും ചെയ്യാതെ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത പഞ്ചായത്ത് അധികാരികളുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ മണിയങ്ങാട്ടിൽ, പി കൃഷ്ണനുണ്ണി, ജനറൽ സെക്രട്ടറി TG രതീഷ്, സെക്രട്ടറി NS ഉണ്ണിമോൻ, പഞ്ചായത്ത് ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി സുനിൽ പറമ്പിൽ, വൈസ് പ്രസിഡന്റ് CR രാധിക, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാരയിൽ, മുരളി കല്ലാറ്റ്, മണ്ഡലം സമിതി അംഗം സുരേഷ് ബാബു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഡെപ്യൂട്ടി കളക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച രാജേഷ് ചുള്ളിയിലിനെയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഗായിക ആലീസ് ഉണ്ണികൃഷ്ണനെയും ചെമ്മപ്പള്ളി പെടയനാട് ദേശത്തെ സൈനിക വിംഗ് ആദരിച്ചു. TK രാജേന്ദ്രൻ അധ്യക്ഷനായി. വിശിഷ്ട അതിഥികളോടൊപ്പം MB സജീവ്, TK രാജേന്ദ്രൻ, TS ഷനിത് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ആരംഭിച്ചു. TK സുരേഷ് രാജേഷ് ചുള്ളിയിലിനെ പൊന്നാട അണിയിച്ചു. ബീന ഉമ്മർ, സനിത സുഭാഷ്, നസീമ ടീച്ചർ എന്നിവർ ആലീസ് ഉണ്ണികൃഷ്ണനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സുരേഷ് ശർക്കര ഉപഹാരം നൽകി. തുടർന്ന് ആലീസ് ഉണ്ണികൃഷ്ണന്റെ ഗാനമേളയും അരങ്ങേറി. തുടരും സിനിമയിലെ ജോർജ് സാറ് പറയുന്നത് പോലെ 29 വർഷം ആയി ഈ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക കിട്ടാൻ. 29 വർഷമായി ഞാൻ ജോലിയിൽ കയറിയിട്ട്. പക്ഷെ ഇന്ന് ഈ തസ്തികയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റാവുന്ന ഒരു കാര്യം, ഈ 29 വർഷത്തിനിടയ്ക്ക് ഒരു പബ്ലിക്കിനോ അല്ലെങ്കിൽ എൻ്റെ ഒരു മേലുദ്യോഗസ്ഥനോ ഒരു അര പേജ് കടലാസിൽ പോലും എനിക്കെതിരെ ഒരു പരാതിയോ ആക്ഷേപമോ എഴുതാനായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടു കൂടി നിന്ന് പറയാൻ സാധിക്കും. ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. കാരണം ആദരവ് ഏറ്റുവാങ്ങുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ ആദരിക്കാൻ തോന്നുന്ന മനസ്സുകളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു ഇപ്പം ഇവിടെ സ്ഥിതിക്കനുസരിച്ച് ഞാൻ ഒത്തിരി അഭിമാനം തോന്നുന്നു ഈ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ. രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തി, നാടിനെ സ്നേഹിക്കുന്ന വ്യക്തി, കലാകാരന്മാരെയും കലാകാരികളെയും സ്നേഹിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന് ദീർഘായുസും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊള്ളുന്നു. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായ ദാക്ഷീം ഹേമഭാം പീതവസ്ത്രാം കരകലിതലസദ് ഹേമപദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം. തൃപ്രയാർ സീതാശ്രമത്തിന്റെ നേതൃത്വത്തിൽ സീതാരാമ അനുസ്മരണവും ആത്മീയ പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സുമേഷ് മോഹന്റെ അധ്യക്ഷതയിൽ രാധാ നയ്യാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സീതാശ്രമത്തിന്റെ സ്ഥാപകൻ പരമസാര ബിന്ദു മുഖ്യ പ്രഭാഷണം നടത്തി. പ്രൊഫസർ VS റെജി ഭൗതികാത്മീയങ്ങളിലെ താത്വിക വീക്ഷണം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. പ്രസ്തുത പരിപാടിയിൽ രാധാ നയ്യാർ, ദിനേശ് രാജ, രവീന്ദ്രൻ ആനേശ്വരം എന്നിവരെ ആദരിച്ചു. OK പ്രൈസൺ, ജയചന്ദ്രൻ, ശ്രീരഞ്ജിനി എന്നിവർ സംസാരിച്ചു. കടൽ തീരങ്ങളിലും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളുമായി ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുള്ളത് വർഷങ്ങളോളമാണ്. ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ ഒരുപാട് വർക്കുകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും ദിവസവും കിട്ടുന്ന ഇടവേളകളൊക്കെ തന്നെ ഞാൻ എൻ്റെ ധ്യാന സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജീവിതം ആസ്വദിക്കുവാനുള്ള എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആസ്വാദനം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നാം തീരുമാനിക്കേണ്ടത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ മാതൃകാ CDS ആയ താന്യം കുടുംബശ്രീ CDSന്റെ കീഴിൽ പ്രൊഡ്യൂസർ ഗ്രൂപ്പിന് തുടക്കമായി. കിഴിപ്പള്ളിക്കരയിൽ പ്രതിഭ മഞ്ഞൾ പ്രൊഡ്യൂസർ യൂണിറ്റിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. താന്യം കുടുംബശ്രീ ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷയായി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, വൈസ് പ്രസിഡന്റ് OS അഷറഫ്, സീനത്ത് മുഹമ്മദ് അലി, സിജോ പുലിക്കോട്ടിൽ, ഷൈനി ബാലകൃഷ്ണൻ, TB മായ, ആൻഡോ തൊറയൻ, സതി ജയചന്ദ്രൻ, മീന സുനിൽ, ശ്രീകല സന്തോഷ്, KN ദീപ, സുജിത ജോഷി, TG സുനിൽ, KD ധന്യ എന്നിവർ സംസാരിച്ചു. പ്രതിഭ പ്രൊഡ്യൂസർ ഗ്രൂപ്പിൻ്റെ
തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ യൂണിറ്റ് മുൻപ് ജൈവമിത്ര എന്ന രീതിയിൽ രൂപീകരിച്ചുള്ള ഈ സംഘം കഴിഞ്ഞ തവണ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ അരിയുന്നതിനും മറ്റും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ഘാടനം കഴിഞ്ഞ തവണ നടക്കേണ്ടായി. തുടർന്ന് ഇത് കുറേം കൂടി വിപുലമാക്കുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള കുടുംബശ്രീ യൂണിറ്റുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ളൊരു നിശ്ചിത വരുമാനവും ലഭിക്കാൻ കഴിയുന്ന നിലയ്ക്ക് നമുക്ക് ധാരാളം ഇതുപോലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM-ന്റെ നേതൃത്വത്തിൽ എടമുട്ടം പാലപ്പെട്ടി ബീച്ചിൽ KV സന്ധ്യ പുരസ്കാര സായാഹ്നം സംഘടിപ്പിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. എടമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS ഷജിത്ത് അധ്യക്ഷനായി. സംയോജിത കൃഷിയുടെ ഭാഗമായി 75 കുടുംബങ്ങൾക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു. വ്യത്യസ്ത മേഖലകളിലെ 150 പേർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TS മധു, PA രാമദാസ്, ബ്രാഞ്ച് സെക്രട്ടറി PS നിമോദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രില്ല സുധി, KK ജിനേന്ദ്ര ബാബു, CK ബേബി, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാബു, KTD കിരൺ, PM മോഹൻ രാജ്, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, KV രാജൻ, VV സജീവൻ, അനിത കാർത്തികേയൻ, താര ബാബു, രഞ്ജൻ KB, ബാബു ER, നിന ശാന്തകുമാർ എന്നിവർ സംസാരിച്ചു. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം കൃത്യത്തോടുകൂടി നിർവഹിക്കാനും ആ ഉയർത്തിയ മുദ്രാവാക്യമെല്ലാം ജനമനസ്സുകളിലേക്ക് എത്തിക്കാനും വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. വളരെ സൗമ്യമായി ജനത്തിനടുത്ത് പെരുമാറാനും അവരുടെ മനസ്സിലെല്ലാം സന്ധ്യ എന്നുള്ള നാമം എക്കാലത്തും നിലനിൽക്കുന്ന രീതിയിലാണ് പെരുമാറ്റം നടത്തിയത്. സ്വാഭാവികമായി ഇപ്പോൾ ഒരു വർഷമൊന്നും എത്തിയിട്ടില്ല, നവംബറിലാണ്. അപ്പം എന്തെല്ലായാലും സന്ധ്യനെ ഓർത്ത് ഇത്തരത്തിൽ ചടങ്ങ് നടക്കുമ്പോൾ സന്ധ്യയുടെ പേരിൽ തന്നെ അവാർഡുകളെല്ലാം തയ്യാറാക്കിയത് ഇവിടുത്തെ പാർട്ടി ഘടകത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കുന്ന ഗൾഫ് ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് വേണ്ട പരിശീലനം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ അധ്യക്ഷനായി. കില തളിക്കുളം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ MV മധു, നാസർ അലീക്കൽ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ജോയിന്റ് BDO സലാവുദ്ദീൻ, ജോബ് സ്റ്റേഷൻ ഇന്ത്യൻ ജിത്ത്, ഷിൻഡോ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി 2 ദിവസം തൊഴിൽ പൂരം നടന്നിരുന്നു. പിന്നീട് തൃശ്ശൂർ കോർപ്പറേഷൻ അവരുടെ നേതൃത്വത്തിൽ 2 ദിവസം ഗാലിലിയൻ സ്കൂളിൽ വെച്ച് തൊഴിൽ മേള നടന്നിരുന്നു. ഇനി വരാൻ പോകുന്ന വലിയൊരു തൊഴിൽ മേളയാണ് ഗൾഫ് ജോബ് ഫെയർ. ഇടവേള. पूजन्तं राम रामेति मधुरं मधुराक्षरम्. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വലപ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ 87-88 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മകൾ എന്ന പേരിൽ 3ാം വാർഷിക കൂടിച്ചേരൽ തൃപ്രയാർ ലയൺസ് ക്ലബ്ബിൽ വെച്ച് നടത്തി. ഗ്രൂപ്പിൽ നിന്നും നറുക്കിട്ടെടുത്ത ഗീത, ശ്രീദേവി, രജനി പ്രിയ, ശോഭ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സുനിൽകുമാർ, വിനീത്, മനേഷ്, സ്മിത എന്നിവർ സംസാരിച്ചു. ഗൃഹാതുരത്വം ഉണർത്തി കർഷക നൃത്തത്തോടെ പരിപാടി ആരംഭിച്ചു. തിരുവാതിരയും ഒപ്പനയും നാടൻ പാട്ടും വിവിധ സിനിമാ ഗാനങ്ങളുമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. തളികുളം തമ്പാൻകടവ് മയൂർ ഭദ്രകാളി ദുർഗാ ഭഗവതി കരിങ്കുട്ടി സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസ ദിനാചരണത്തോടനുബന്ധിച്ച് ഔഷധകഞ്ഞി വിതരണം നടത്തി. രാവിലെ വിശേഷൽ പൂജകൾക്ക് ശേഷം പ്രസാദഊട്ടും ഔഷധകഞ്ഞി വിതരണവും നടത്തിയത്. ക്ഷേത്രം മേൽശാന്തി സനീഷ് ജഗന്നിവാസ്, ക്ഷേത്രം പ്രസിഡന്റ് വേലായുധൻ മയൂർ, ട്രഷറർ പ്രസന്നൻ മയൂർ, കൃഷ്ണൻകുട്ടി മയൂർ, നാട്ടിക സിദ്ധൻ മയൂർ എന്നിവർ നേതൃത്വം നൽകി. ഈ വർഷത്തെ ഔഷധക്കഞ്ഞി വിതരണം ഇന്ന് മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ചയാണ്. ഇവിടെ എല്ലാ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ചയും പ്രസാദൂട്ട് നടക്കുന്നുണ്ട്. ഈ കർക്കിടകത്തോടനുബന്ധിച്ച് അത് ഔഷധക്കഞ്ഞി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഔഷധക്കഞ്ഞിയുടെ ആ കർക്കിടകത്തിലെ ഔഷധക്കഞ്ഞി നമുക്ക് ദേവിക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾക്ക് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ആ ദേവിയുടെ അനുഗ്രഹം ഈ കർക്കിടകത്തിലത്തെ ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഔഷധക്കഞ്ഞി ഇവിടെ സമർപ്പിക്കുകയാണ്. വലപ്പാട് മുത്തങ്ങാടി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മുതിർന്ന അംഗം ഫ്രാൻസിസ് വാഴപ്പള്ളി നിർവഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് സീന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു PS, ജോയിന്റ് സെക്രട്ടറി മീനാകുമാരി എന്നിവർ സംസാരിച്ചു. നമ്മൾ വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനെ പല നമ്മുടെ അംഗങ്ങളും ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വർഷം വിതരണം ചെയ്യുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്. വളരെയധികം ഔഷധ മൂല്യമുള്ള ഒന്നാണ് ഈ കർക്കിടക കഞ്ഞിക്കിറ്റ്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഇതാണ് കിറ്റാണുള്ളത്. അത് നിങ്ങൾ ഒരളവിൽ എടുത്തിട്ട് അത് പാക്കറ്റാണ്, അതെടുത്ത് ചെയ്യുക.
ചൂലൂർ തീയ യുവജന സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ചൂലൂർ ശാന്തിധരണിയിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AS സന്തോഷ് കുമാർ അധ്യക്ഷനായി. സംഘം സെക്രട്ടറി ഗോപിനാഥൻ പണിക്കെട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നേത്രം ദാനം സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് നേത്ര ബാങ്ക് കൗൺസിലർ വിജി ശ്രീരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സംഘം സെക്രട്ടറി ഗോപിനാഥൻ നേത്രദാന സമ്മതപത്രം സമർപ്പിച്ചു. സംഘം മെമ്പർമാരുടെ മക്കളിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് യോഗിനിമാത സേവാകേന്ദ്രം പ്രസിഡന്റ് സദാനന്ദൻ അരയമ്പറമ്പിൽ, സംഘം ട്രഷറർ പ്രദീപ് അരയമ്പറമ്പിൽ, വിജി ശ്രീരാജ് എടമുട്ടം, SNS സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ എന്നിവർ ചേർന്ന് ക്യാഷ് അവാർഡ് നൽകി. കർക്കിടക മാസത്തിലെ ചികിത്സാ ഭാഗമായി നൽകുന്ന ഔഷധക്കൂട്ടിന്റെ വിതരണം വിജി ശ്രീരാജിന് നൽകിക്കൊണ്ട് യോഗിനിമാത സേവാകേന്ദ്രം വൈസ് പ്രസിഡന്റ് സജീവ് നടുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ പ്രസിഡന്റും ഗോപിനാഥൻ പണിക്കെട്ടി സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയെ പൊതുയോഗം വീണ്ടും തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് മെമ്പർ ദിനേശ് അരയമ്പറമ്പിൽ സംസാരിച്ചു. നേത്രദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും ചിന്തിക്കണം. അതൊരിക്കൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നേത്രദാനം ഒരു ഭാഗമാക്കാനായിട്ട്, അല്ലെങ്കിൽ നേത്രദാനത്തിൻ്റെ ആ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് നമ്മൾ കാഴ്ചയില്ലാത്തവരുടെ അല്ലെങ്കിൽ ആ വിഷമം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാഴ്ച ഉള്ളവർക്ക് നമ്മളൊരു ജീവിതം കൊടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചെസ് മാസ്റ്റർ ദമ്പതികളായ മണികണ്ഠൻ, ബിന്ദു മണികണ്ഠൻ എന്നിവരെ ലോക ചെസ് ദിനത്തിൽ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പ്രവർത്തകർ വസതിയിലെത്തി അനുമോദിച്ചു. ചെയർമാൻ ആൻഡോ തൊറയൻ ലോക ചെസ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, ബെന്നി ആഞ്ഞിലപ്പടി, ജോസഫ് വെള്ളാട്ടുകര, വില്ലി പട്ടത്താനം, റേണുക റിജു, നാരായണൻ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ദമ്പതികൾ ഈ പ്രദേശത്ത് ചെസ്സുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രിക്കാനും അതിനെ കളികൾ നടത്താനും ഒക്കെ ആയിട്ട് ഏറെ മുന്നിലുള്ള 2 പേരാണ് മറ്റേ മണികണ്ഠേട്ടനും ബിന്ദു ചേച്ചി. അപ്പോൾ അവരെ ഈ പഞ്ചായത്തിൻ്റെ താനി പഞ്ചായത്തിൽ 3-ാം വാർഡിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരെ ഈ ചെസ്സ് ദിനത്തിൽ അനുമോദിക്കുകയാണ് നെഹ്റു സ്റ്റഡി സെൻറ്റർ. നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ചെസ്സിൽ വിശ്വനാഥനാനന്ദ നിന്ന് തുടങ്ങി വെച്ചത് ഇന്ന് ഗൂഗേഷ് വരെ എത്തി നിൽക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ചെസ്സ് പരിശീലകനായിട്ടാണ് മണികണ്ഠേട്ടൻ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ മേഖലയിൽ ഒരു ബുദ്ധി കൊണ്ടുള്ള യുദ്ധമാണ് ഈ സമയം. അനുമോദിക്കാൻ തയ്യാറായത് വലിയൊരു സന്തോഷമുണ്ട്. അത് എന്നെ വ്യക്തിപരമായിട്ട് ആഹ്ലാദിപ്പിക്കുന്നതിലേറെ ആ കളിയോടൊരു ആദരവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പറഞ്ഞതുപോലെ നമ്മളെ പഞ്ചായത്ത് മത്സരങ്ങളും അതുപോലെ ബ്ലോക്ക് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജില്ലാ മത്സരങ്ങളും നിയന്ത്രിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു നാഷണൽ ആർബിറ്റർ എന്ന നിലയിലും എനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പല ജില്ലകൾ തോറും. പിന്നെ കോച്ചിങ് കഴിഞ്ഞൊരു 30 വർഷമായിട്ട് നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പരിപാടികൾ ഇന്നലെയായിരുന്നു ആ ദിവസം. ശരിക്ക് അതിൻ്റെ ഞങ്ങളൊരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ അങ്ങനെ ഒരു ആദരവും കിട്ടി. കേരള നദ്വത്തുൽ മുജാഹിദീൻ ചന്ദ്രാപിന്നി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവ് സംഘടിപ്പിച്ചു. SSLC, +2, മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും അഫ്ലൽ ഉലമ റാങ്ക് നേടിയവർ, മാധ്യമപ്രവർത്തകർ PA നൌഷാദ്, എഴുത്തുകാരൻ ആദിൽ മജീദ് എന്നിവർക്കാണ് ആദരവ് നൽകിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. PK അബ്ദുൾ മജീദ് അധ്യക്ഷനായി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ മുഖ്യപ്രഭാഷണം നടത്തി. PS അബ്ദുൾ വഹാബ്, അമീർ, PB അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വന്തമായിട്ടുള്ള കഴിവ് കൂടുതലായിട്ടുണ്ട്. അത് മാത്രമല്ല, അവരെ സഹായിക്കുന്നതിന് അവർ മനസ്സിലാക്കി പോകേണ്ട കാര്യം അതാണ്. അവരെ അവിടെ വരെ എത്തിക്കുന്നതിന് അവരെ സഹായിക്കുന്ന അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പഠന കേന്ദ്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരുകളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒക്കെ സഹായങ്ങളുണ്ട്. പൊതുസമൂഹവും അതേ അർത്ഥത്തിൽ അവരോടൊപ്പമുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ടും അത് നമ്മുടെ ഓർമ്മപ്പെടുത്തിക്കുക, കുട്ടികളെ ഓർമ്മിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്രയോ ഉയർന്ന നിലവാരത്തിലേക്ക് പഠിച്ചു, ഉയർന്നു കഴിഞ്ഞു, ജോലിയൊക്കെ സമ്പാദിച്ചു വരുമ്പോൾ
അഖില കേരള ധീവരസഭ കുരിക്കുഴി കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ AK പീതാംബരൻ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ധീവരസഭ സംസ്ഥാന ട്രഷറർ PV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KR പ്രേമൻ അധ്യക്ഷത വഹിച്ചു. മാനവശേഷി സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, വേദവ്യാസ ദേവസ്വം സംസ്ഥാന കൺവീനർ മണി കാവുങ്ങൽ, ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി, സെക്രട്ടറി TV ശ്രീജിത്ത്, താലൂക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത്, മഹിളാസഭ ജില്ലാ സെക്രട്ടറി മണി ഉല്ലാസ്, സംസ്ഥാന കൗൺസിലർമാരായ KM പുഷ്കരൻ, EK ദാസൻ, കരയോഗം സെക്രട്ടറി KR രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പാരമ്പര്യ തൊഴിലിലേക്ക് വന്നു. പിന്നീട് അദ്ദേഹം ഒരു കടപ്പുറത്തൊരു തരകനായി മാറി. കുടുംബ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ തന്നെ നമ്മുടെ സമൂഹം ഇങ്ങനെ പോയാൽ പോരാ, സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാകണം. മറ്റ് സമൂഹങ്ങളൊക്കെ കെട്ടിപ്പടുത്ത് അവരുടേതായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഭരണാധികാരികൾ തയ്യാറാവാത്ത സമയത്ത് ഇതല്ല ശരി. നമ്മളൊക്കെ രാഷ്ട്രീയപരമായി ഓരോ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിനും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായ ആവശ്യം അതെന്താണോ അത് സർക്കാരിലേക്ക് എത്തിക്കുക, ഭരണാധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. കോൺഗ്രസ് ചന്ദ്രാപിന്നി 13ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. റഫീഖ് കുറുപ്പം വീട്ടിൽ അധ്യക്ഷനായി. സൈക്കോളജിസ്റ്റ് സീന ഷുക്കൂർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി. നേതാക്കളായ സജയ് വയനപ്പിള്ളി, സുനിൽ P മേനോൻ, PD സജീവൻ, ഉമറുൽ ഫാറൂഖ്, ഷജിൽ ചന്ദ്രാപിന്നി, അനീഷ് ചെറുവട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗർഭപാത്രത്തിൽ നഗ്നമായ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പോലും പറ്റാത്ത ഒരു മന്ദരിയുടെ വലിപ്പം മാത്രമുണ്ടായിരുന്നു. മന്ദരിയേക്കാൾ താഴെ വലിപ്പമുള്ള നമ്മളെ ഈ ഭൂമിയിലേക്ക് 2600, 2800, 3200 തൂക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായ പ്രസവവേദന സഹിച്ച് ജന്മം നൽകിയ അമ്മയും ഉമ്മയും അതേപോലെ സൃഷ്ടി നൽകിയ പിതാവും തന്നെയാണ് നമ്മളെല്ലാവരെയും കാണപ്പെട്ട ദൈവം. നമ്മൾ എന്തുകൊണ്ട് അച്ഛൻ വിളിക്കുന്നത്? സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു രാജ്യം ഒരാൾ അച്ഛൻ എങ്ങനെ വിളിക്കുക? കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശത്തെ ഗവൺമെന്റ് LP സ്കൂളുകളായ
ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂൾ, GM LP സ്കൂൾ മൂന്നുപീടിക, GM LP സ്കൂൾ ചളിങ്ങാട്, GM LP സ്കൂൾ കൂരിക്കുഴി എന്നീ വിദ്യാലയങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമാണ് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നത്. എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ മെനുവാണ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 10 ലക്ഷത്തോളം രൂപ വകയിരുത്തുന്ന ഈ പദ്ധതി പ്രകാരം 381 കുട്ടികൾക്കാണ് ഈ വർഷം പ്രഭാത ഭക്ഷണം ലഭിക്കുക. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ അധ്യക്ഷത വഹിച്ചു. പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ MD ദിനകരൻ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ PK സുകന്യ, കയ്പമംഗലം ഫിഷറീസ് ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ J സദഖത്തുള്ള, സ്കൂൾ പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി, സീനിയർ അധ്യാപിക ആഷിറ, സ്കൂൾ PTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ജൂലൈ 24-25 തീയതികളിലായി നടക്കുന്ന വിശുദ്ധ യാക്കോബ ശ്ലീഹായുടെ തിരുനാളിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയായ കളിയടക്കപ്പ നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കളിയടക്കപ്പ നേർച്ച വിശുദ്ധന്റെ തിരുനാളിന്റെ സവിശേഷതയാണ്. തിരുനാളിനോടനുബന്ധിച്ച് 24-ന് വൈകിട്ട് 5:30 കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ കർമ്മം ഉണ്ടാകും. തിരുനാൾ ദിവസമായ ജൂലൈ 25-ന് രാവിലെ 6-നും 8-നും വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടാകും. 10 മണിക്കുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിസ്വിൻ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ഏബിൾ ചെറിയത്ത തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയും ഉണ്ടാകും. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ റോയൽ വോയ്സ് ആമ്പല്ലൂർ, കൈരളി, ചാലക്കുടി എന്നീ ടീമുകളുടെ ബാൻഡ് മേളവും ഉണ്ടാകുമെന്ന് വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ അറിയിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ CO ജിൻഡോ, ബൈജു ജോർജ്, ജെയ്സൺ പോൾ, ജോസഫ് അറക്കൽ, TT ടോണി, സെൽജി ഷാജു എന്നിവർ നേതൃത്വം നൽകും. CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ സംയോജിത കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം ഏരിയ കമ്മിറ്റി അംഗം KH സുൽത്താൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. 50 വീട്ടുകാർക്ക് അടുക്കളത്തോട്ടം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള മികച്ച ഇനം പച്ചക്കറി തൈകൾ CPM തൃത്തല്ലൂർ LC സെക്രട്ടറി സുരേഷ് മഠത്തിൽ വിതരണം ചെയ്തു. VR ഷിജിത്ത്, ഓമന മധുസൂദനൻ, PB നിലേഷ്, ഹേമലത പ്രതാപൻ എന്നിവർ സംസാരിച്ചു. PK പ്രേംരാജ്, പ്രദീപ് കരിപ്പാടത്ത്, AR വാസു, പ്രകാശൻ ചുള്ളിയിൽ, സ്മിത സുരേഷ് ബാബു, സുധർമ്മൻ, വിനോദൻ ചാളിപ്പാട്ട്, ശിവരാമൻ, മണി മാത്തുക്കാട്ടിൽ, ശ്രീകുട്ടൻ, ദിനേശൻ, വസന്തമണി എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും ആ സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ ഈ കാർഷിക മേഖലയെ വിപുലപ്പെടുത്തുന്നതിനായിട്ട് തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് CPIM-ൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംയോജിത കൃഷി എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അത് ആദ്യഘട്ടത്തിൽ പച്ചക്കറികൾ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ജൈവ പച്ചക്കറികൾ എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു ആരംഭം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കുറേ കൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് ഒരു സംയോജിത കൃഷി എന്നൊരാശയമാണ് നമ്മൾ വിജയപ്രദമായി നടപ്പിലാക്കി വരുന്നത്. AK ഹാജി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി തൃത്തല്ലൂരിൽ നടത്തിയ ചടങ്ങിൽ AMM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബദറുദ്ദീൻ അരയങ്കര, അഷറഫ് അരയങ്കര തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. AM ബഷീർ, ഫൈസൽ പുതുക്കുളം, ഫാസിൽ ജലീൽ, ജാഫർ സാദിഖ്, ഷബീൽ വീരാൻ, റായിദ് നസീർ, ഹബീബ് സലീം, അസീസ് തടത്തിൽ, ജലീൽ കൊരട്ടിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മണലൂർ സെയിന്റ് തെരേസസ് UP സ്കൂളിൽ ചാന്ദ്രദിനം ആചരിച്ചു. ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിന്നി ക്ലാസ് നയിച്ചു. കുട്ടികൾ ചാന്ദ്രദിനത്തെക്കുറിച്ചുള്ള കവിതകൾ അവതരിപ്പിച്ചു. സയൻസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ചാന്ദ്രയാത്രകളുടെ വീഡിയോ പ്രദർശനം നടത്തി. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വാർത്തകൾ, പ്രസംഗം എന്നിവ നടത്തി. തളികുളം AM UP സ്കൂളിലെ വായന മാസാചരണ സമാപനവും പൂർവ്വ വിദ്യാർത്ഥികളും പ്രദേശവാസികളും സ്കൂൾ വായനശാലയിലേക്ക് പുസ്തകങ്ങളുടെ സമർപ്പണവും നടത്തി. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷാനു സമദ് യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PK മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും പ്രദേശവാസികളും നൽകിയ പുസ്തകങ്ങൾ സ്കൂൾ മാനേജർ KV സിജിത്ത് ഏറ്റുവാങ്ങി. PA സജീവ്, IA ബാലൻ, ഡോക്ടർ IV വിദ്യ, സുധീരൻ ഇണ്ണാറൻ, ചന്ദ്രൻ, രാജൻ ആലുങ്ങൽ, കറുത്തുപാറൻ, സുജാത ബാലൻ, അനൂജ് അർജുൻ എന്നിവർ പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ആശ ടീച്ചർ,
MPTA പ്രസിഡന്റ് ഫാത്തിമ മൊയ്തീൻ ഷാ, സാജിദ അഷറഫ്, സരിത അനിൽ, അനീഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമ്മൽ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ മേഖലകളിലായി അനേകം വിദ്യാർത്ഥികൾ മത്സരബുദ്ധിയോടെ പങ്കെടുത്തു. ക്ലാസ്സിൽ നിന്ന് ലഭിച്ച അറിവുകൾ വ്യത്യസ്തമായ തലങ്ങളിൽ അവതരിപ്പിക്കുന്നതിൽ വിദ്യാർത്ഥികൾ മികവ് പുലർത്തി. പ്രധാനാധ്യാപകൻ ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി ടീച്ചർ, കൺവീനർമാരായ നീനു, സിജി, ലിജി, ലിൻസി എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി. 1-2 സ്ഥാനത്തിന് അർഹരായവർക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിലെ ജൂലൈ 21-ാം തീയതി ചന്ദ്രദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയമേള നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ, അവരുടെ ബുദ്ധി വികാസത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വിവിധമായ രീതികളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഏകദേശം 400 കുട്ടികളാണ് ഇന്ന് നമ്മുടെ ഈ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കുവാനും അവരുടെ ബുദ്ധി വികാസനുമായിട്ട് ഉപയോഗിക്കുന്ന ഈ മേളയിൽ ധാരാളം കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് തന്നെ നമ്മുടെ ഈ വാടാനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെയുടെ ഭാവിക്ക് വേണ്ടി കുട്ടികളെ രൂപപ്പെടുത്തുവാനായിട്ട് സാധിച്ചതിലെ ഇവിടെയുള്ള ഹെഡ് മാസ്റ്റർക്കും അതുപോലെ ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റും എല്ലാവർക്കും സന്തോഷമുണ്ട്. ആ ഒരു പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. MSF വാടനപ്പള്ളി ബീച്ച് മേഖലാ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും മൊമന്റോ വിതരണവും നടത്തി. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഷൗക്കത്ത് മാസ്റ്റർ കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. മുസ്ലിം ലീഗ് മേഖലാ പ്രസിഡന്റ് KM മുജീബ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA സിദ്ദീഖ് അക്ബർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA സിദ്ദീഖൽ അക്ബർ, ജനറൽ സെക്രട്ടറി VA താജു, PA മുഹമ്മദ് മോൻ ഹാജി, രജനി കൃഷ്ണാനന്ദൻ, താഹിറ സാദിഖ്, രേഖ അശോകൻ, MN സലീം, AM ഷാജു എന്നിവർ സംസാരിച്ചു. ഞങ്ങളിലൂടെയും ഹരിത പതാക ഉയർന്നു പറക്കും എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നമ്മുടെ MSFന്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം ചാവക്കാട് നടക്കുകയുണ്ടായി. അതിലൂടെ എല്ലാം വിളിച്ചോതുന്നത് ഇനിയും ഹരിത പതാക വാനിൽ ഉയർന്നു തന്നെ പറക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ്. അപ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, എല്ലാ മേഖലകളിലും MSF വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ CH പറഞ്ഞതുപോലെ, CH പറഞ്ഞത് പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് തന്നെയാണ്. പഠിക്കണം, നല്ല മക്കളായി തന്നെ നിങ്ങൾ പഠിക്കണം. പഠിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഇവിടെ രജനേച്ചി പറഞ്ഞതുപോലെ സമൂഹത്തോടും നമുക്ക് കടപ്പാടുണ്ട്. സമൂഹത്തോടുള്ള കടപ്പാട്, നമ്മുടെ ചുറ്റുപാടിനെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. വെള്ളം നിറഞ്ഞു കിടന്ന കുഴിയിൽ വീണ അന്തിക്കാട് ജുമാ മസ്ജിദ് ഖത്തീബിന് പരിക്കേറ്റു. പാലക്കാട് ചളവറ സ്വദേശി കോട്ടക്കുളം വീട്ടിൽ നൌഫൽ സഅദിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 5:30-ഓടെയാണ് അപകടമുണ്ടായത്. ചളവറയിൽ നിന്നും ഷൊർണൂർ വഴിയാണ് ഇരുചക്ര വാഹനത്തിൽ തൃശൂരിലെത്തിയത്. അന്തിക്കാട് മസ്ജിദിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കാഞ്ഞാണി തൃശൂർ റോഡിലെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴിയിൽ വീഴുകയായിരുന്നു. കുഴിയിൽ വീണതോടെ വാഹനത്തിൽ നിന്ന് ഇദ്ദേഹം തെറിച്ചു വീണു. ഇദ്ദേഹത്തിന്റെ കാലിലേക്കാണ് വാഹനം വന്നു വീണത്. ഹെൽമറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടും മറ്റു വാഹനങ്ങളൊന്നും ഈ സമയം വരാതിരുന്നതുകൊണ്ടും ഗുരുതരമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിൽ വീണ് കിടന്ന നൌഫൽ സാദനിയെ അതുവഴി വന്ന മറ്റൊരു വാഹനയാത്രക്കാരൻ റോഡിൽ നിന്നും എടുത്ത് മാറ്റി നിർത്തി പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. തുടർന്ന് കാഞ്ഞാണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലത് കൈത്തണ്ടയ്ക്കും മുട്ടുകാലിനുമാണ് പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിപ്ലവ സൂര്യൻ VSന് വിട. ചെമാപ്പള്ളി കടവിന് സമീപം കനോലി കനാലിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ദേശീയപാതയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ നടത്തിവന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.